PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതായത് 10/5/2025 നടന്ന ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ PSC നടത്തിയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഇതിൽ കേരള ജനറൽ സർവീസിലേക്കും അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കും ഒക്കെ കൂടെ കൂടിയിട്ട് ഏകദേശം 3 ലക്ഷത്തിൻ്റെ അടുത്ത് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷ. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പരീക്ഷ അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു പരീക്ഷയൊന്നും ആയിരുന്നില്ല. മൊത്തത്തിൽ പറയുമ്പോൾ ഏകദേശം ഒരു ആവറേജ് എന്ന് തന്നെ പറയാം. ഇനി അതിൽ നമുക്ക് GKയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ GKയും ഏകദേശം ആവറേജ് ലെവൽ തന്നെയായിരുന്നു. ഒരുപാട് ടഫുള്ള അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ GKയിൽ എല്ലാ സെക്ഷനിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ സിലബസിലും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോവാം, അല്ലെങ്കിൽ 2-3 സെക്ഷൻ ആയിട്ട് പഠിച്ചു പോവാം. അങ്ങനെയൊക്കെ ചെയ്താൽ വിജയിക്കാവുന്ന ഒരു പരീക്ഷ അല്ല ഇത്. അപ്പോൾ അതൊക്കെ ഈക്വലായിട്ട് പഠിച്ചു പോയവർക്ക് മാത്രമേ GKയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ടഫ് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നതിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ് കോസ്റ്റൊക്കെ പറയുകയാണെങ്കിൽ അത് കുറച്ച് ഒരു ആവറേജ് ലെവൽ തന്നെയാണ്. പിന്നെ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്സ് കുറച്ച് ലെവലായിട്ടുള്ള പരീക്ഷ തന്നെയാണ്. സാധാരണ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ലെവലിലുള്ള ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഈ സെൻട്രൽ എക്സാംസ് ഉണ്ടല്ലോ, അതായത് സ്റ്റാഫ് സെലക്ഷൻ്റെ അതുപോലെ ബാങ്കിങ്ങിൻ്റെ ഒക്കെ പരീക്ഷകൾ, അതുപോലെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ മാത്സിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സാധാരണ PSC പരീക്ഷകൾക്കും അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ലെവലിലുള്ള മാത്സ് ചോദ്യങ്ങളായിരുന്നില്ല ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ പ്രിലിംസിൻ്റെ മുൻ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പോർഷൻസൊക്കെ മാറിയിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പരീക്ഷ അത്രയൊരു ഈസി ആയിരുന്നില്ല. ഒരു ആവറേജ്, അതായത് ഇപ്പോൾ കട്ട് ഓഫ് എന്ന് പറയണത് ഏകദേശം ഒരു 50-നോടടുത്ത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു 5 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാമിനെ കുറിച്ചും കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഈ പരീക്ഷയുടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻ ആൻസർക്ക് വരുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.